ജനകീയ പ്രഖ്യാപനങ്ങൾ നടത്തിയ സംസ്ഥാന സർക്കാരിനെ അഭിനന്ദിച്ച് ഓച്ചിറയിൽ പ്രകടനം നടത്തി. CPIM ഓച്ചിറ ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു പ്രകടനം. ജനകീയ പ്രഖ്യാപനങ്ങൾ നടത്തിയ സംസ്ഥാന സർക്കാരിനെ അഭിനന്ദിച്ചാണ് CPM-ന്റെ നേതൃത്വത്തിൽ ഓച്ചിറയിൽ പ്രകടനം നടത്തിയത്. CPM ഓച്ചിറ ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു പ്രകടനം. വലിയകുളങ്ങര പള്ളിമുക്കിൽ നിന്നും ആരംഭിച്ച പ്രകടനം ടൗണിൽ സമാപിച്ചു. തുടർന്ന് നടത്തിയ യോഗം CPM ശൂർനാട് ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് N. അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. അതിന് നമ്മുടെ പ്രിയപ്പെട്ട സഖാവ് വാസവൻ, നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ഇന്നൊരു മറുപടി നൽകി. അതിന് നിങ്ങൾ വിഷമിക്കേണ്ട, തുടർന്ന് ഞങ്ങൾ തന്നെ അധികാരത്തിൽ വരും, ഞങ്ങൾ അതിശക്തമായി നടപ്പാക്കിക്കൊള്ളാം. ഇപ്പോൾ കേരളത്തിൽ ഇന്ന് തന്നെ എൻ്റെ തന്നെ ഒരുപാട് സുഹൃത്തുക്കൾ, അപ്പുറത്തെ UDF-ലൊക്കെ ഒരുപാട് സുഹൃത്തുക്കൾ പറഞ്ഞത് എന്തായാലും ഞങ്ങളുടെ കാര്യം കഷ്ടമാണ്, 10 കൊല്ലമായിട്ട് പുറത്താണ്, ഇനി വീണ്ടും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞ് ഇത് സാമ്പിൾ വെടിക്കെട്ടാണ്, ഇനി വലിയ വെടിക്കെട്ടുകൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, ഏറെ ദീർഘിപ്പിക്കുന്നില്ല. നമ്മൾ ചെയ്ത കാര്യങ്ങൾ ജനങ്ങളോട് പറഞ്ഞിട്ടാണ് നമ്മൾ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. ആ പ്രവർത്തനത്തിൻ്റെ പശ്ചാത്തലത്തിൽ അപ്പുറത്ത് നിൽക്കുന്ന ഒരുപാട് പേർ നമ്മളിലേക്ക് വരികയാണ്. ഇന്നും വയനകത്ത് വേമനയിലെ പൊട്ടന്നപടിക്കൽ ജംഗ്ഷനിൽ കഴിഞ്ഞ അങ്ങേ തവണ BJP-യുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചവർ വരെ നമ്മുടെ പ്രസ്ഥാനത്തിലേക്ക് വരികയാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ജിമിക്കുകളൊന്നുമില്ല. നമ്മൾ ജനങ്ങളോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നത് കൊണ്ട് അത്തരം ആളുകൾ നമ്മളിലേക്ക് വരും. അവരെ എല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മൾ കൂടുതൽ വിനയത്തോടു കൂടി ആളുകളോട് പെരുമാറിക്കൊണ്ട് കൂടുതൽ ജനക്ഷേമകരമായ പ്രവർത്തനങ്ങളുമായി നമുക്ക് മുന്നോട്ട് പോകണം. ഈ ആഹ്ലാദ പ്രകടനത്തിൽ പങ്കെടുത്ത മുഴുവൻ സഖാക്കളെയും CPM ശൂർനാട് ഏരിയ കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങൾക്ക് എൻ്റെ വിശ്വാസം. സുരേഷ് നാറാണത്ത് അധ്യക്ഷത വഹിച്ചു. 10 വർഷത്തിലേക്ക് കടന്നു പോകുമ്പോൾ കേരളത്തിലെ പ്രതിപക്ഷത്തിന് ഒന്നും പറയാൻ നമുക്ക് ഒത്തിരി ഉത്തരവാദിത്തങ്ങളുണ്ട്. ഇതെല്ലാം ആളുകളോട് പറയാൻ ആളുകൾക്ക് വലിയ സന്തോഷമാണ്. കേരളത്തിലെ താമസിക്കുന്ന 3.5 കോടി മലയാളികളിൽ നമ്മളെ എതിർക്കുന്നവരെ കഴിച്ചാൽ 2 ലക്ഷത്തിലധികം വരുന്ന സാധാരണ മനുഷ്യർ ഇടതുപക്ഷത്തെ ഹൃദയപക്ഷമായി കാണുന്ന കേരളത്തിൽ അവരുടെ ഇടയിലേക്ക് ചെന്ന് അവരുടെ സന്തോഷത്തിൽ പങ്കെടുക്കുവാനും നിങ്ങളുടെ നാളുകളിൽ ഈ ഗവൺമെന്റ് ഉണ്ടെങ്കിൽ ഈ സർക്കാർ ഈ പാവപ്പെട്ട മനുഷ്യരെ വീണ്ടും ചേർത്ത് പിടിക്കും. 2500 രൂപയാണ് പെൻഷൻ പദ്ധതിക്കായി പ്രഖ്യാപിക്കപ്പെട്ടുള്ളത്. അതിലേക്ക് കടക്കാൻ നാളുകൾ ഇനി കുറച്ച് മാത്രമേ ഉള്ളൂ. അങ്ങനെ അവരെ കൂടി ചേർത്ത് പിടിച്ച് ഈ കേരളത്തിന്റെ സമസ്ത വികസനവും ആളുകളോട് പറഞ്ഞ് വീണ്ടും ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നതിനും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ സ്ഥാനാർത്ഥികൾ വിജയിക്കുന്നതിനും ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളും നടപ്പാക്കലുകളും ആളുകളോട് പറയണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ പങ്കെടുത്തിരിക്കുന്ന പ്രിയപ്പെട്ട മുഴുവൻ സഭകളെയും പാർട്ടി ഏരിയ കമ്മിറ്റിയും കർഷകത്തൊഴിലാളി ഏരിയ കമ്മിറ്റിക്ക് വേണ്ടിയും അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു. വിപ്ലവ അഭിവാദനം. ബാബു കൊപ്പാറ, K. സുഭാഷ്, B. ശ്രീദേവി, A. അജ്മൽ, P. ബിന്ദു, കബീർ N. സൈൻ, H. ഷാജിലാൽ, അഡ്വക്കേറ്റ് G. സുഗോത്രൻ, സുൽഫിയ ഷെറിൻ, ലളിത ശിവരാമൻ, L. സുകുമാരി, സിന്ധു, മഹേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ.